ചിത്രപ്രിയയെ കൊന്നത് കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് കൊലപാതകത്തിനുള്ള കാരണം ഇതാണ്. മലയാറ്റൂരിൽ 19-കാരി ചിത്രപ്രിയയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കാമുകൻ അലൻ കുറ്റം സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു. ചിത്രപ്രിയയ്ക്ക് മറ്റു യുവാക്കളുമായി ബന്ധമുണ്ടെന്നും അലനെ തഴയുകയും ചെയ്യുന്നു എന്ന സംശയത്തെ തുടർന്നാണ് വഴക്കുണ്ടാകുകയും ആ വഴക്കിനിടയിൽ കല്ലുകൊണ്ട് തലയ്ക്കടിച്ചാണ് കൊലപ്പെടുത്തുന്നതെന്നുമെന്നാണ് അലൻ്റെ മൊഴി. ബംഗളൂരുവിൽ ഏവിയേഷന് പഠിക്കുന്ന പെൺകുട്ടിക്ക് അവിടെ ആൺസുഹൃത്തുക്കൾ ഉള്ളതായി അലൻ സംശയിച്ചു. പെൺകുട്ടിയുടെ ഫോണിൽ മറ്റൊരു ആൺസുഹൃത്തുമായുള്ള ചിത്രങ്ങളും അലൻ കണ്ടിരുന്നുവെന്നും പോലീസിനോട് അലൻ വെളിപ്പെടുത്തി. ചിത്രപ്രിയ അലനോടൊപ്പം ബൈക്കിൽ പോകുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ഇന്നലെ ഈ CCTV ദൃശ്യങ്ങൾ ലഭിച്ചതോടെയാണ് ചോദ്യം ചെയ്ത് വിട്ടയച്ച അലനെ പോലീസ് വീണ്ടും വിളിപ്പിച്ചത്. ആ ദൃശ്യം നമുക്കൊന്ന് കാണാം, ഉടൻ മടങ്ങി വരാം. അലൻ കൊല നടത്തിയത് മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. കൊല്ലപ്പെടുന്നതിന് മുമ്പ് ചിത്രപ്രിയയും അലനും തമ്മിൽ പിടിവലിയുണ്ടായി. മൃതദേഹത്തിൽ കല്ലുകൊണ്ട് തലയ്ക്കടിയേറ്റ മാരകമായ മുറിവേറ്റ പാടുകളുണ്ടായിരുന്നുവെന്നും പോലീസ് പറയുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ അലൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തും. 21-കാരനായ അലൻ കാലടിയിലെ ഒരു വെൽഡിംഗ് തൊഴിലാളിയാണ്. ഇന്നലെയാണ് മലയാറ്റൂർ മണപ്പാട്ടുചിറയ്ക്ക് സമീപത്തെ സെബ്യൂർ റോഡിന് സമീപത്തുള്ള ആളൊഴിഞ്ഞ പുരയിടത്തിൽ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. പെൺകുട്ടിയെ കാണാതായ സമയത്ത് തന്നെ അലനെ വിളിച്ച് പോലീസ് ചോദ്യം ചെയ്തിരുന്നു, പിന്നീട് വിട്ടയച്ചിരുന്നു. CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷമാണ് വീണ്ടും അലനെ വിളിച്ച് ചോദ്യം ചെയ്തത്. തുടർന്നാണ് അലൻ സംഭവത്തെക്കുറിച്ച് പോലീസിനോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. ബംഗളൂരുവിൽ ഏവിയേഷൻ വിദ്യാർത്ഥിയാണ് കൊല്ലപ്പെട്ട ചിത്രപ്രിയ. കൊലപാതകത്തിന് മുമ്പ് നിരവധി തവണ ഇവർ തമ്മിൽ ഫോണിൽ സംസാരിച്ചു എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് പെൺകുട്ടിയെ കാണാതാവുന്നത്. കൊല്ലപ്പെടുന്നതുവരെ പെൺകുട്ടി അലിനോടൊപ്പം ഉണ്ടായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കുന്നു. മദ്യലഹരിയിലാണ് കൊലപാതകം നടത്തിയതെന്നും അലൻ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. പെൺകുട്ടിയുടെ തലയ്ക്ക് പിന്നിൽ കല്ലുകൊണ്ട് ഇടിച്ചതിൻ്റെ ഗുരുതരമായ മുറിവ് കണ്ടെത്തിയിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ അലൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയുള്ളൂ. 2 ദിവസമായി ചിത്രപ്രിയയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുകയായിരുന്നു. മൃതദേഹം കണ്ടെത്തിയ ഭാഗത്ത് വെട്ടുകല്ലുകൾ കൂട്ടിയിട്ടിരുന്നു. ഈ കല്ലുകളിൽ രക്തവും പുരണ്ടിരുന്നു. ഇതോടെ വെട്ടുകല്ല് ഉപയോഗിച്ച് തലയ്ക്കടിച്ച് കൊലപാതകം നടത്തിയതാവാം എന്ന നിഗമനത്തിൽ പോലീസ് ഇന്നലെ എത്തിയിരുന്നു. മലയാറ്റൂർ മുണ്ടങ്ങാമറ്റം തുരുത്തിപ്പറമ്പിൽ ഷൈജുവിൻ്റെയും ഷിനിയുടെയും മകളായ ചിത്രപ്രിയയെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയുള്ള പറമ്പിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജീർണിച്ചു തുടങ്ങിയ മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു. ചിത്രപ്രിയയുടെ തലയ്ക്ക് പിന്നിൽ ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ടെന്ന് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ സംഭവം കൊലപാതകമാണെന്ന പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്നലെ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ചിത്രപ്രിയയെ കാണാതാകുന്നതിന് മുമ്പ് ഫോണിൽ സംസാരിച്ചവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. ബംഗളൂരുവിൽ ഏവിയേഷൻ ബിരുദ വിദ്യാർത്ഥിയായ ചിത്രപ്രിയ അടുത്തുള്ള കടയിൽ പോകുന്നുവെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. തിരിച്ചെത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ കാലടി പോലീസിൽ പരാതി നൽകിയിരുന്നു. അന്വേഷണത്തിനിടയിലാണ് പറമ്പിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നുണ്ടെന്ന നാട്ടുകാരുടെ അറിയിപ്പിനെ തുടർന്ന് പോലീസ് അവിടെ പരിശോധന നടത്തുകയും മൃതദേഹം കണ്ടെടുക്കുന്നതും. മലയാറ്റൂർ മണപ്പാട് ചിറയ്ക്ക് സമീപത്തെ സെബ്യൂർ റോഡിന് സമീപത്തുള്ള ആളൊഴിഞ്ഞ പറമ്പിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് പോലീസ് ഇന്ന് അലൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.